ഒത്തിരി നാളുകൾക്ക് ശേഷം നാളെ സ്കൂളുണ്ട്. അതിൻ്റെ ഒരുക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒത്തിരി നാളായിട്ട് സ്കൂളില്ലായിരുന്നു. മഴ കാരണം വെള്ളപ്പൊക്കമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം നാളെ സ്കൂൾ തുറന്നു കേട്ടോ. നാളെ സ്കൂളുണ്ട്. അപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറിയൊക്കെ ഞാൻ ഇന്നേ കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പം നമ്മൾ ബിഗ് ബോസും കൂടി കണ്ടുകൊണ്ടാണ് ഇതൊക്കെ കട്ട് ചെയ്യുന്നത്. മിന്നൂട്ടിയും പൂജയാണെങ്കിൽ ഉറങ്ങി കേട്ടോ. ഞാൻ നേരത്തെ പിടിച്ച് കിടത്തി. നാളെ രാവിലെ ചിലപ്പോൾ എഴുന്നേക്കില്ല. സ്കൂളില്ലാത്തതുകൊണ്ട് ഇപ്പോൾ 9:30 10 മണിക്കൊക്കെയാണ് രാവിലെ എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നേരത്തെ പിടിച്ച് കിടത്തിയില്ലെങ്കിൽ നാളെയും ചിലപ്പോൾ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയായിരിക്കും. അങ്ങനെ അവർ രണ്ടാളും കിടത്തിയ ശേഷം കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു, ചോറ് കഴിച്ചതൊക്കെ. അതൊക്കെ കഴുകി വെച്ചിട്ട് നേരെ പച്ചക്കറിയൊക്കെ എടുത്തിട്ട് ബിഗ് ബോസ് കണ്ടുകൊണ്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ദോശയാണ് ഉണ്ടാക്കുന്നത്, നീർദോശ. അതിന് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ സാമ്പാറിനുള്ള എല്ലാ കഷ്ണവും കട്ട് ചെയ്ത് വെച്ചു. നാളെ രാവിലെ ചിലപ്പോൾ എഴുന്നേക്കാൻ ലേറ്റ് ആയത് കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് സമാധാനമായി. പെട്ടെന്ന് എടുത്തിട്ട് ഉണ്ടാക്കിയല്ലേ വേണ്ടുമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജിൽ നിറയെ സാധനമാണ്, എവിടെയൊക്കെയോ തപ്പി കുത്തി കയറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പച്ചക്കറി കട്ട് ചെയ്ത പാത്രമൊക്കെ കഴുകി വെച്ചു. പിന്നെ ടിഫിനും വാട്ടർ ബോട്ടിലും കറി കൊണ്ടുവന്ന പാത്രമൊക്കെ കുറേ നാളായിട്ട് കഴുകിയില്ലല്ലോ. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി കമത്തി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴുകിയിട്ട് എടുത്തിട്ട് ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ റെഡിയാക്കിയില്ലെങ്കിൽ രാവിലെ ഭയങ്കര ടെൻഷനായിരിക്കും. പിന്നെ പച്ചക്കറി കട്ട് ചെയ്ത ടേബിളൊക്കെ ഒന്ന് തുടച്ചു വെച്ചു. കട്ടിലും കുറച്ച് വെള്ളമൊക്കെ ഊറ്റിയിട്ടുണ്ടായിരുന്നു, അതും തുടച്ചു കേട്ടോ. പിന്നെ പെട്ടെന്ന് പോയി പല്ലും തേച്ച് മുടിയൊക്കെ ഒന്ന് കെട്ടി കിടക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.